നമ്മൾ ഇന്നത്തെ വീഡിയോ പരിശോധിക്കുന്നത് നമ്മുടെ വാട്സപ്പ് ക്ലീൻ ചെയ്യുന്നതിനെക്കുറിച്ച് നമ്മളൊരു വീഡിയോ ചെയ്തിരുന്നു. അതുപോലെ തന്നെ നമ്മുടെ ജിമെയിൽ അക്കൗണ്ട് ക്ലീൻ ചെയ്യുന്നതിനെക്കുറിച്ച് നമ്മളൊരു വീഡിയോ ചെയ്തിരുന്നു. ഇതൊക്കെ നമ്മൾ ക്ലീൻ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ മൊബൈൽ ഫോണിൻ്റെ സ്പീഡ് കൂടുകയും നമ്മുടെ സ്റ്റോറേജ് ഫ്രീ ആക്കാൻ സാധിക്കുകയും ചെയ്യും. എന്നാൽ നമ്മൾ ഇന്നത്തെ വീഡിയോ പരിശോധിക്കുന്നത് ഗൂഗിൾ ക്രോമിനകത്ത് നമുക്ക് ക്ലീൻ ചെയ്യാനൊരു സൗകര്യമുണ്ട്. നമ്മുടെ ഗൂഗിൾ ക്രോം നമ്മൾ ക്ലീൻ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ മൊബൈൽ ഫോൺ നല്ല സ്പീഡ് വർക്ക് ചെയ്യുകയും മാത്രമല്ല നമ്മുടെ മൊബൈൽ ഫോണിൻ്റെ സ്റ്റോറേജ് ഫ്രീ ആക്കി എടുക്കാൻ സാധിക്കുകയും ചെയ്യും. അപ്പോൾ പല ആളുകളുടെയും സംശയം ഗൂഗിൾ ക്രോം ക്ലീൻ ചെയ്താൽ എങ്ങനെയാണ് ഫോൺ സ്പീഡ് കൂടാമെന്ന്. നമുക്ക് ഏറ്റവും കൂടുതൽ ഇൻ്റർനെറ്റ് ഉപയോഗിക്കുന്ന ഒരു പ്ലാറ്റ്ഫോമാണ് ഗൂഗിൾ. നമ്മളുടെ ഗൂഗിൾ ക്രോമിനകത്ത് ഓരോ വെബ്സൈറ്റ് നമ്മൾ കയറി കഴിഞ്ഞാൽ അതിൻ്റെ ഡാറ്റ ഉപയോഗിച്ചുകൊണ്ട് ഓട്ടോമാറ്റിക്കായിട്ട് ബാക്ക്ഗ്രൗണ്ടിൽ നമ്മുടെ ഗൂഗിൾ ക്രോം ഇങ്ങനെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അങ്ങനെ വർക്ക് ചെയ്യുമ്പോൾ നമ്മുടെ മൊബൈൽ ഫോണിൻ്റെ റാമാണ് ഉപയോഗിക്കുന്നത്. മൊബൈൽ ഫോണിൻ്റെ റാം ഉപയോഗിക്കുന്നതിനനുസരിച്ച് നമ്മുടെ മൊബൈൽ ഫോണിൻ്റെ സ്പീഡ് കുറയും. മാത്രമല്ല നമ്മുടെ ഇൻ്റർനെറ്റ് ഉപയോഗിക്കും. കൂടാതെ നമ്മുടെ മൊബൈൽ ഫോണിൻ്റെ ബാറ്ററി ചാർജ് പെട്ടെന്ന് തീർന്നു പോകും. മാത്രമല്ല അതിൻ്റെ സ്റ്റോറായി കിടക്കുന്ന നമ്മൾ ഓരോ വെബ്സൈറ്റിൽ കയറുമ്പോഴും അതിൻ്റെ ഡാറ്റകൾ നമ്മുടെ ഫോണിനകത്ത് സ്റ്റോറാകും. അത് നമ്മുടെ മൊബൈൽ ഫോണിൻ്റെ സ്റ്റോറേജ് ബാധിക്കും. അപ്പോൾ ഇത്രയേറെ പ്രശ്നങ്ങൾ നമ്മുടെ ഗൂഗിൾ ക്രോമിനകത്തുണ്ട്. നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഗൂഗിൾ ക്രോം എങ്ങനെയാണ് വളരെ ഈസി ആയിട്ട് ക്ലീൻ ചെയ്യാമെന്നാണ് നമ്മൾ ഇന്നത്തെ വീഡിയോ പരിശോധിക്കുന്നത്. വീഡിയോ മുഴുവനായിട്ട് കാണാം. നിങ്ങളുടെ സുഹൃത്തുക്കൾ കൂടി വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. നമ്മുടെ ഗൂഗിൾ ക്രോം ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ മുകളിലായിട്ടൊരു ബോക്സ് കാണാൻ സാധിക്കും. ഈ കാണുന്ന ബോക്സ് സേവ് ആയി കിടക്കുന്നത് കാണാൻ സാധിക്കും. ഇത് നമ്മുടെ ബാക്ക്ഗ്രൗണ്ട് റൺ ചെയ്യും. കാരണം നമ്മൾ ഓരോ വെബ്സൈറ്റ് ഓപ്പൺ ചെയ്യുമ്പോഴും ആ വെബ്സൈറ്റിൽ നിന്ന് അധികവും നമ്മൾ മിനിമൈസ് ചെയ്ത് പുറത്തു പോവുകയാണ് ചെയ്യുക. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മുടെ ഈ ഒരു വെബ്സൈറ്റ് നമ്മുടെ ഫോണിൻ്റെ ബാക്ക്ഗ്രൗണ്ടിൽ വർക്ക് ചെയ്യുകയും നമ്മുടെ ഗൂഗിൾ ക്രോമിൽ ഇൻ്റർനെറ്റും ബാറ്ററി ചാർജൊക്കെ ഉപയോഗിക്കും. മാത്രമല്ല നമ്മുടെ റാം ഉപയോഗിക്കും ഇത് വർക്ക് ചെയ്യുന്നതുകൊണ്ട്. അപ്പോൾ ഇത്തരം വെബ്സൈറ്റുകൾ നമുക്ക് ക്ലോസ് ചെയ്യുന്നതിന് വേണ്ടി നമ്മൾ ചെയ്യേണ്ടത് ഏറ്റവും മുകളിൽ 3 ഡോട്ട് കാണും. ഈ നമ്മൾ ഈ ഒരു ബോക്സിനകത്ത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ഈ 3 ഡോട്ടിനകത്തൊന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ക്ലിക്ക് ചെയ്യുമ്പോൾ ഇവിടെ കാണാം ക്ലോസ് ഓൾ ടാബ്സ് എന്നൊരു ഓപ്ഷൻ കാണാൻ സാധിക്കും. ഇത് നമ്മൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ഇതുപോലെ കാണിക്കും. ഇവിടെ ക്ലോസ് ഓൾ ടാബ്സ് ആൻഡ് ഗ്രൂപ്പ്സ് എന്നുള്ള ഭാഗത്ത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഗൂഗിൾ ക്രോമിനകത്തുള്ള അത്തരത്തിൽ ബാക്ക്ഗ്രൗണ്ട് റൺ ചെയ്യുന്ന ഓരോ വെബ്സൈറ്റും നമ്മൾ ഇതുവരെ ഓപ്പൺ ചെയ്തിരിക്കുന്ന എല്ലാ വെബ്സൈറ്റും ഒറ്റയടിക്ക് ക്ലീൻ ചെയ്ത് കളയാൻ കാണാൻ സാധിക്കും. അതുപോലെ തന്നെ രണ്ടാമത്തെ സെറ്റിങ്സ് നമ്മൾ ഗൂഗിൾ ക്രോമിൻ്റെ ഏറ്റവും മുകളിൽ ഒരു 3 ഡോട്ട് കാണും. ഈ 3 ഡോട്ടിനകത്ത് നമ്മൾ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ക്ലിക്ക് ചെയ്യുമ്പോൾ ഇതുപോലെ കാണിക്കും. ഇവിടെ താഴെ ഭാഗത്ത് സെറ്റിങ്സ് എന്ന് കാണാൻ സാധിക്കും. അതിനകത്ത് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ക്ലിക്ക് വരുമ്പോൾ ഇവിടെ കാണാൻ നിങ്ങൾക്ക് സൈറ്റ് സെറ്റിങ്സ് എന്നുള്ള ഓപ്ഷൻ കാണും. അതിനകത്ത് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ക്ലിക്ക് ചെയ്യുമ്പോൾ ഇതുപോലെ കാണിക്കും. ഇവിടെ ഏറ്റവും മുകളിൽ ഓൾ സൈറ്റ്സ് എന്നൊരു ഓപ്ഷൻ കാണാൻ സാധിക്കും. ഏറ്റവും മുകളിൽ അതിനകത്ത് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ഇപ്പോൾ ഇവിടെ കാണാൻ സാധിക്കും നമ്മുടെ ഓരോ ഡാറ്റകളും ഇവിടെ കുക്കീസായിട്ട് സേവ് ചെയ്തിട്ടുണ്ട്. ഓരോ വെബ്സൈറ്റ് നമ്മൾ ഓപ്പൺ ചെയ്യുമ്പോൾ ഇപ്പോൾ ആമസോണിൻ്റെ 14 കുക്കീസ് ഡാറ്റ 1.3 MB ഫയലായിട്ട് സൂക്ഷിച്ചിട്ടുണ്ട്. ഇങ്ങനെ ഓരോ വെബ്സൈറ്റിൻ്റെയും ഡാറ്റകൾ മുഴുവനായിട്ട് നിങ്ങൾ ഉപയോഗിക്കുന്ന എല്ലാ വെബ്സൈറ്റിൻ്റെയും ഡാറ്റ ഇവിടെ ഓട്ടോമാറ്റിക്കായിട്ട് സേവ് ആകുന്നുണ്ട്. ഇത് നിങ്ങളുടെ ഫോണിനകത്ത് സ്പീഡ് കുറയുകയും നിങ്ങളുടെ സ്റ്റോറേജ് ഉപയോഗിക്കുകയും മാത്രമല്ല വെബ്സൈറ്റുകളുടെ ഡാറ്റകൾ ഓട്ടോമാറ്റിക്കായിട്ട് സേവ് ആകുന്നത് നമുക്ക്. അപ്പോൾ ഇത് ക്ലീൻ ചെയ്യുന്നതിന് വേണ്ടി ഏറ്റവും മുകളിൽ ഡിലീറ്റ് ബ്രൗസിംഗ് ഡാറ്റ എന്നുള്ള ഭാഗത്ത് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇതുപോലെ പോപ്പപ്പ് വരും. ഇവിടെ ഏറ്റവും മുകളിൽ വലതു ഭാഗത്തുള്ള ഓൾ ടൈംസ് എന്നുള്ള ഭാഗത്ത് നമ്മൾ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ക്ലിക്ക് ചെയ്തിട്ട് ഏറ്റവും താഴെ കാണുന്ന ഭാഗത്ത് ഓൾ ടൈംസ് തന്നെയാണോ നോക്കുക. ഓൾ ടൈംസ് ആണെങ്കിൽ അത് സെലക്ട് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം താഴെ ഭാഗത്തേക്ക് നോക്കുക. നമുക്ക് ഇതുപോലെ എല്ലാം ടിക്ക് മാർക്ക് കൊടുക്കാൻ സാധിക്കും. ഈ ടിക്ക് മാർക്ക് കൊടുത്തതിന് ശേഷം താഴെ കാണുന്ന ക്ലിയർ ഡാറ്റ കൊടുക്കുക. അപ്പോൾ ഓർക്കേണ്ട കാര്യം ഇവിടെ സേവ്ഡ് പാസ്വേഡ് എന്നുള്ളൊരു ഓപ്ഷൻ ഉണ്ട്. അത് നമ്മൾ അൺടിക്ക് ചെയ്ത് കൊടുക്കണം. കാരണം നിങ്ങൾ ഓരോ വെബ്സൈറ്റിലേക്കൊക്കെ പാസ്വേഡ് കൊടുത്ത് സേവ് ചെയ്തിട്ടുണ്ടാവും. ആ പാസ്വേഡ് മൊത്തത്തിൽ ഡിലീറ്റ് ആയി പോകും. നമ്മൾ അൺടിക്ക് ചെയ്ത് കഴിഞ്ഞാൽ പാസ്വേഡ് നമുക്ക് ഡിലീറ്റ് ആയി പോകില്ല. ബാക്കിയുള്ളതെല്ലാം സെലക്ട് ചെയ്ത് താഴെ ഡിലീറ്റ് ഡാറ്റ എന്നുള്ള ഭാഗത്ത് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നിങ്ങൾ ഏറ്റവും താഴെ ഭാഗത്തേക്ക് വരും. ഏറ്റവും അവസാനം ഇതേ സ്ഥലത്തിന് ഏറ്റവും അവസാന ഭാഗത്തേക്ക് വരുമ്പോൾ ഇവിടെയും കാണാൻ ഡാറ്റ സ്റ്റോർഡ് എന്നുള്ളൊരു ഓപ്ഷൻ കാണാൻ സാധിക്കും. അതിനകത്ത് നമ്മൾ ക്ലിക്ക് കൊടുക്കുക. ക്ലിക്ക് ചെയ്യുമ്പോൾ ഇതുപോലെ കാണാൻ സാധിക്കും. നമ്മൾ കയറിയിരിക്കുന്ന വെബ്സൈറ്റിലുള്ള മുഴുവൻ ഡാറ്റയും ഇവിടെ സേവ് ആയത് കാണാൻ സാധിക്കും. ഇതും നമ്മുടെ മൊബൈൽ ഫോണിനെ ബാധിക്കും. അതുകൊണ്ട് ഇതും നമുക്ക് ക്ലീൻ ചെയ്ത് കൊടുക്കുക. ഇവിടെ ഏറ്റവും താഴെ കാണുന്ന ഭാഗത്ത് ഡിലീറ്റ് ഓൾ ഡാറ്റ എന്നുള്ള ഭാഗത്ത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലെ പോപ്പപ്പ് വരും. ഇവിടെ താഴെ ഡിലീറ്റ് എന്നുള്ള ഭാഗത്ത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അതും നമുക്ക് ക്ലീൻ ചെയ്യാൻ സാധിക്കും. അതിനുശേഷം നമ്മൾ ചെയ്യേണ്ട കാര്യം നമ്മൾ ഇതേ സ്ഥലത്തിന് കുറച്ച് മുകളിലോട്ട് വന്നു കഴിഞ്ഞാൽ ഇവിടെ കാണാൻ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ എന്നുള്ളൊരു ഓപ്ഷൻ കാണാൻ സാധിക്കും. നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ എന്നുള്ള ഓപ്ഷൻ അത് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ക്ലിക്ക് ചെയ്യുമ്പോൾ ഇതുപോലെ കാണിക്കും. ഇവിടെ ഏറ്റവും താഴെ ഭാഗത്തേക്ക് വരുമ്പോൾ ഇവിടെ കാണാം മാനേജ്ഡ് ബൈ ആപ്പ് എന്നുള്ളത്. ഇപ്പോൾ ഫ്ലിപ്കാർട്ടിൽ നിന്ന് എനിക്ക് ഇവിടെ ഒരു നോട്ടിഫിക്കേഷൻ സ്റ്റോർഡായി കിടക്കുന്നത് കാണാൻ സാധിക്കും. ഇവിടെ 3 ഡോട്ട് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ കാണാൻ നിങ്ങൾക്ക് നമ്മുടെ വെബ്സൈറ്റും ഡാറ്റയൊക്കെ കാണാൻ സാധിക്കും. ഇവിടെ 61 MB എൻ്റെ ഫോണിനകത്ത് സ്റ്റോറായി കിടക്കുന്നത് കാണാൻ സാധിക്കും. ഏറ്റവും താഴെ ഭാഗത്ത് ഡിലീറ്റ് ഡാറ്റ ആൻഡ് റീസെറ്റ് പെർമിഷൻ എന്നുള്ള ഭാഗത്ത് ക്ലിക്ക് ചെയ്ത് കൊടുത്താൽ നമുക്ക് ഈ ഒരു ഡാറ്റ നമുക്ക് ക്ലീൻ ചെയ്ത് കളയാനും മാത്രമല്ല നമ്മളറിയാതെ നമ്മുടെ ഓരോ വെബ്സൈറ്റിൽ കയറുന്ന സമയത്ത് നമുക്ക് വരുന്ന ഡാറ്റകൾ നമ്മുടെ ഫോണിനകത്ത് സ്റ്റോർ ആകുന്നത് നമുക്ക് തടയാൻ സാധിക്കുകയും ചെയ്യും. അപ്പോൾ അത് നമ്മൾ ചെയ്ത് കൊടുക്കും. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നിങ്ങളൊന്ന് ക്ലീൻ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ ഗൂഗിൾ ക്രോമിൻ്റെ അടുത്തുള്ള എല്ലാ ഡാറ്റയും നമുക്ക് ക്ലീൻ ചെയ്ത് കളയാൻ സാധിക്കും. മാത്രമല്ല ഇങ്ങനെ ക്ലീൻ ചെയ്താൽ നിങ്ങളുടെ ഫോണിൻ്റെ സ്പീഡ് കൂടുകയും നിങ്ങളുടെ ഫോണിൻ്റെ ബാറ്ററി നിങ്ങൾക്ക് സേവ് ചെയ്യാൻ സാധിക്കുകയും കൂടാതെ നിങ്ങളുടെ ഇൻ്റർനെറ്റ് നിങ്ങൾക്ക് സേവ് ചെയ്യാൻ സാധിക്കുകയും ചെയ്യും. തീർച്ചയായിട്ടും നിങ്ങളൊന്ന് ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് മറക്കാതെ ഷെയർ ചെയ്ത് കൊടുക്കുക. ഇതുപോലുള്ള വ്യത്യസ്തമായ അറിവുകളുമായി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.